ഈ ഫ്രെഡി ഫ്രാൻസിസ് എന്ന് പറയുന്ന പരാതി കൊടുത്ത ആൾ ഇപ്പോൾ ഫേസ്ബുക്കിലൊരു ലൈവ് പോയിട്ടുണ്ട്. പൊറോട്ടയും ബീഫും അവർ അഭിഭാഷകയായ അഡ്വക്കേറ്റ് മനീഷ രാധാകൃഷ്ണൻ്റെ കൂടെ ഇരുന്നിട്ട് പൊറോട്ടയും ബീഫും കഴിക്കുന്ന റീലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തേങ്ങാക്കൊത്തുള്ളതാണ് നമുക്ക് ടേസ്റ്റ്. പറഞ്ഞ് സ്പെഷ്യലായിട്ട് 2-3 തേങ്ങാക്കൊത്ത് കൂടുതൽ ഇട്ടിട്ടുണ്ട്. ഈ ബീഫ് നല്ല രീതിയിൽ ഇങ്ങനെ നല്ല ഫ്രൈ ആണെങ്കിൽ നല്ല ടേസ്റ്റാ. അങ്ങനെ ഇത് കേരള സ്റ്റോറി കൊണ്ടുവന്ന് കേരളത്തിൽ വലിയ കലാപം ഉണ്ടാക്കാൻ നോക്കിയവർക്ക് വൻ തിരിച്ചടിയാണ്. കാരണം സിനിമയുടെ റിലീസ് 2 ആഴ്ചത്തേന് ഹൈക്കോടതി ഇടപെട്ടത് നിർത്തിവെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു കലാപം അല്ലെങ്കിൽ വർഗീയത ഉണ്ടാക്കാൻ നോക്കിയവർക്ക് ഒരു തിരിച്ചടിയാണ്, സിനിമാ നിർമ്മാതാക്കൾക്ക് ഒരു തിരിച്ചടിയാണ്. അപ്പോൾ എന്ത് തോന്നുന്നു, ഇനിയിപ്പോൾ ഇവര് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ ഒരു അവസരത്തിൽ? അല്ല, ഇതിൽ സുപ്രീം കോടതിയെ സമീപിച്ചാലും അവരിനി എന്ത് തന്നെ നിയമ പോരാട്ടങ്ങൾ നടത്തിയാലും പ്രാഥമികമായി ശക്തമായ തിരിച്ചടിയാണ് ഈ കേരള സ്റ്റോറിയുടെ പ്രചാരകർക്കും അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാതാക്കൾക്കും. അത് വലിയ സംഭവമാണ്, എന്തോ വലിയ സത്യത്തിൻ്റെ കൂടാണ് എന്ന് ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന സംഘപരിവാറുകാർക്കും ശക്തമായ തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. BJP ഔദ്യോഗികമായി കേരള സ്റ്റോറിക്കെതിരെ രംഗത്ത് വരാതെ ഒഴിഞ്ഞു മാറി കളിച്ചപ്പോൾ തന്നെ കേരള സ്റ്റോറി 2-നെതിരായ പ്രതിഷേധം വിജയം കണ്ടു എന്ന് തന്നെ നമുക്ക് പറയാമായിരുന്നു. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു പ്ലോട്ടുമായിട്ട് ഒരു ഊളത്തരം കാണിക്കുന്ന ഒരു സിനിമ കേരളത്തിലേക്ക് വരുമ്പോൾ, ഇതിനു മുമ്പ് കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ വന്ന സമയത്ത് ലവ് ജിഹാദ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് BJPക്കാരത് വലിയ തോതിൽ ആഘോഷിച്ചിരുന്നു. പക്ഷേ കേരള സ്റ്റോറി 2 വരുന്ന സമയമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് സമയമാണ്. ഈ സമയത്ത് ആവശ്യമില്ലാതെ ഇമാതിരി വൃത്തികെട്ട സാധനങ്ങളെയൊക്കെ പിന്തുണച്ചാൽ ശക്തമായ തിരിച്ചടി കേരളത്തിൽ കിട്ടുമെന്ന് BJPക്ക് അറിയാം. അല്ലെങ്കിലും കേരളത്തിൽ BJP ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇനി ആണെങ്കിൽ തന്നെ എന്തെങ്കിലും വല്ല 1-2 സീറ്റുകൾ കിട്ടിയാൽ കിട്ടി. പക്ഷേ കേരള സ്റ്റോറി 2-നെ പിന്തുണച്ചുകൊണ്ട് വലിയ വർത്തമാനത്തിന് പോയാൽ അത് വലിയ തിരിച്ചടി കേരളത്തിൽ ഉണ്ടാക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് BJP കേരള ഘടകം ഇതിലെ മൗനം പാലിച്ചത്. മൗനമല്ല, ഒഴിഞ്ഞു മാറി ഒരു അഴകുഴമ്പൻ നയം സ്വീകരിച്ചത്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർജിയൊക്കെ ഈ സിനിമ ഞാൻ കാണില്ല എന്ന് പറയുന്നിടത്തേക്ക് വരെ കാര്യങ്ങളെത്തി. എന്ന് മാത്രമല്ല, ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ, സിനിമ കാണേണ്ടവർക്ക് കാണാം, കാണണ്ടാത്തവർ കാണണ്ട, വേറൊന്നും ഇതേക്കുറിച്ച് പറയാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഒഴിഞ്ഞു മാറാണ്. BJP നേതൃത്വം ഔദ്യോഗികമായി ഈ സിനിമയെ ഓൺ ചെയ്യുന്നില്ല. അതുതന്നെ മലയാളിയുടെ ഐക്യത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും ഫലം തന്നെയായിരുന്നു. ഇപ്പോൾ ഈ ഫ്രെഡി വി ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു ഓൺലൈനിലൊക്കെ നമ്മൾ കാണുന്ന ഒരു യുവാവ്, അദ്ദേഹവും മറ്റൊരു യുവാവുമാണ് ഇതിനെതിരെ പരാതി കൊടുത്തത്. സുദേവ് നമ്പൂതിരി എന്ന മറ്റാണ് അദ്ദേഹത്തിൻ്റെ പേര്. അങ്ങനെ ഒരു ഹൈന്ദവനും ഒരു ക്രൈസ്തവനുമാണ് ഈ മുസ്ലിം വിരുദ്ധ നാണം കെട്ട പ്രൊപ്പഗണ്ടയെ കേരള മണ്ണിൽ നിന്ന് ഓടിക്കാൻ നേതൃത്വം കൊടുത്തത് എന്നുള്ളതും കേരളത്തിൻ്റെ മതനിരപേക്ഷ അല്ലെങ്കിൽ മതസൗഹാർദ്ദത്തിൻ്റെ അടയാളമായിട്ട് നമ്മൾ കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നോക്കുക, ഇവിടെ ഇപ്പോൾ കേരളത്തിൽ സംഘപരിവാറുകാർ കൊണ്ടുവന്ന സകല അടവുകളും പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഘട്ടത്തിലും ഇവർ ഇതേപോലെ ഓരോരോ നുണകൾ കൊണ്ടുവരും. ഒരിടയ്ക്ക് ഹലാലിനെതിരെയായിരുന്നു. ഹലാൽ എന്ന് പറഞ്ഞാൽ തുപ്പിക്കൊടുക്കുന്ന ഭക്ഷണമാണ് എന്ന് പറഞ്ഞിട്ട് കുറേ പ്രൊപ്പഗണ്ട കൊണ്ടുവന്നു. ഹോട്ടലുകളിൽ ഹലാൽ ബോർഡ് വയ്ക്കാൻ പാടില്ല, തേങ്ങയാണ് മാങ്ങയാണെന്നൊക്കെ പറഞ്ഞ് ഇവർ വന്നു. അതിന് കാരണം എന്തായിരുന്നു? ഒരു സ്ത്രീ അവർ ഹോട്ടൽ തുടങ്ങാൻ വേണ്ടി ഏതോ മുസ്ലിങ്ങളായിട്ടുള്ള കുറച്ച് ആളുകളുടെ ഇത് പൈസ വാങ്ങിക്കുകയോ എന്തൊക്കെയോ ചെയ്തു. അങ്ങനെ മുസ്ലിം സഹോദരന്മാരുമായിട്ട് അവരെന്തോ സാമ്പത്തിക ഇടപാട് നടത്തി. ഒടുവിൽ അത് പൊളിഞ്ഞപ്പോൾ, അവിടെ എന്തോ കള്ളത്തരം കാണിച്ച് പിടിക്കപ്പെട്ടപ്പോൾ അവർ പറയുകയാണ് പോർക്ക് വിളമ്പിയതിൻ്റെ പേരിലാണ് എന്നെ ആക്രമിച്ചത് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊപ്പഗണ്ട കൊടുത്തു. പൊട്ടന്മാരായിട്ടുള്ള സംഘപരിവാർ അണികൾ അതിൽ വീണു. അവർ കേരളം കത്തിക്കാൻ ഇറങ്ങി തിരിച്ചു. എന്നിട്ട് ഒടുവിൽ പോലീസ് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അത് ഈ പെണ്ണുമ്പിള്ള നുണ പറഞ്ഞതാണെന്ന്. അതിനുശേഷം ആ പെണ്ണിനെ പിടിച്ച് അകത്തിടുകയും ചെയ്തു പോലീസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം നുണകൾ പ്രചരിപ്പിച്ച് കേരളത്തെ കലാപഭൂമിയാക്കാനുള്ള പലരുടെയും ശ്രമങ്ങൾ ഇവിടെ നിരന്തരമായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരള സ്റ്റോറി 2 വന്നത്. കേരളത്തിലെ അല്ലെങ്കിൽ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ ഹിന്ദു പെൺകുട്ടികളുടെ വായിലേക്ക് ബീഫ് കുത്തിക്കയറ്റിയിട്ട് അവരെ മതം മാറ്റുകയാണ്, അവരെ ലവ് ജിഹാദിന് കൊണ്ടുപോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രൊപ്പഗണ്ട, വൃത്തികെട്ട ആശയങ്ങൾ, നുണകൾ, പച്ച നുണകൾ, വ്യാജ പ്രചാരണങ്ങൾ, അത് പ്രചരിപ്പിക്കുന്ന ആ പരിപാടി ഉണ്ടല്ലോ, അതിനുള്ള ശക്തമായ തിരിച്ചടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്.
ഒരു ഘട്ടത്തിൽ ആ വൃത്തികെട്ട ടീസർ പിൻവലിക്കാമെന്ന് വരെ കോടതിയിൽ ഇതിൻ്റെ നിർമ്മാതാക്കൾ പറഞ്ഞു എന്ന് വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ കോടതി പറയുന്നത് ഇനി ടീസറല്ല, ഒന്നും വേണ്ട, ഈ സാധനം ഇവിടെ കാണിക്കാൻ പറ്റില്ല എന്ന് തീർത്ത് പറഞ്ഞിരിക്കുകയാണ്. കാരണം മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന വിധത്തിൽ, മതവിഭാഗങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന വിധത്തിൽ ഇതിൽ പലതുമുണ്ട് എന്ന് കോടതി കണ്ടെത്തുകയാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം കോടതികളുടെ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഒരു സല്യൂട്ട് കൊടുക്കേണ്ട സമയമാണ്. കാരണം ഇത്രയും കൃത്യമായി വിഷയത്തിൽ ഇടപെട്ടതിന്, കേരളം കത്തിക്കാനുള്ള ഒരു വൃത്തികെട്ട പ്രൊപ്പഗണ്ട പൊളിച്ച് കയ്യിൽ കൊടുത്തതിന് ഹൈക്കോടതിയെ അഭിനന്ദിക്കേണ്ട നിമിഷം കൂടിയാണിത്. എന്ന് മാത്രമല്ല, മതസൗഹാർദ്ദ ഭീഷണി എന്നാണ് തീർച്ചയായിട്ടും പിന്നല്ലേ, മതസൗഹാർദ്ദത്തിന് ഭീഷണിയല്ലേ. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും ഒക്കെ ഒന്നിച്ച് ജീവിക്കുന്ന കേരളത്തിൽ ഈ അമ്പലത്തിലെ തെയ്യങ്ങൾ മുസ്ലിം സ്ത്രീകളെ എന്താ പറയുക ആശീർവദിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ശബരിമല തീർത്ഥാടകർക്ക് മുസ്ലിങ്ങൾ ഭക്ഷണവും വെള്ളവും പ്രദാനം ചെയ്യുന്ന സാഹചര്യത്തിൽ, ശബരിമലയിൽ നിന്ന് വരുന്ന അയ്യപ്പന്മാർ മുസ്ലിം സഹോദരങ്ങളുടെ വീടുകളിൽ അരവണ കൊണ്ട് കൊടുത്ത് എല്ലാം പങ്കിട്ട് കഴിക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഈ റമദാൻ്റെ നോമ്പുതുറ സമയത്ത് അടുത്തുള്ള അയൽപ്പക്കത്തെ വീടുകളിലേക്ക് ഏത് മതത്തിൽപ്പെട്ടവരാണെന്ന് നോക്കാതെ അടുത്തുള്ള വീടുകളിലെല്ലാം ഭക്ഷണം കൊടുക്കുന്ന മുസ്ലിം സഹോദരങ്ങളുള്ള നാട്. അങ്ങനെ എല്ലാം, ഇപ്പോൾ പള്ളിപ്പെരുന്നാളിന്, ക്രിസ്ത്യൻസിൻ്റെ പള്ളിപ്പെരുന്നാളിന് എല്ലാ മതവിഭാഗക്കാരും പോയി ഡാൻസ് കളിക്കുകയും അവരുടെ ഘോഷയാത്രയിൽ പങ്കെടുക്കുകയും അത് കാണുകയും ഒക്കെ ചെയ്യുന്നൊരു നാട്. അങ്ങനെയുള്ള ഒരു നാട്ടിൽ വന്നിട്ട് ഇവർ ഈ മുസ്ലിം ഹിന്ദു, ഹിന്ദു മുസ്ലിം എന്നൊക്കെ പറഞ്ഞാൽ ബോധമുള്ള ആരെങ്കിലും അത് അംഗീകരിച്ചു കൊടുക്കുമോ? ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഇതിൻ്റെ അണിയറ പ്രവർത്തകർ കേരളത്തിൽ വന്നത് അറിയാത്ത ജനങ്ങളാണ് കേരളത്തിൽ കൂടുതൽ, അല്ലെങ്കിൽ നല്ലപോലെ കൈകാര്യം ചെയ്തിട്ട് വിട്ടേനെ. ഇവന്മാർ ഇവിടെ വന്നിട്ട് രാത്രിക്ക് രാത്രി പത്രക്കാരെ കണ്ട് നാണം കെട്ട് തിരിച്ച് ഓടിപ്പോയത് ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല. അധികം ആളുകൾ ഇവർ വന്നത് അറിഞ്ഞില്ല. നേരത്തെ പറഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ കയ്യോടെ മേടിച്ചിട്ട് പോയേനെ. കാരണം അമ്മാതിരി വൃത്തികേടാണ് കേരളത്തോട് ചെയ്യുന്നതെന്ന്, ഇല്ലാത്ത കഥകൾ. എന്നിട്ട് ഈ പറയുന്ന മാധ്യമപ്രവർത്തകരെ കാണുന്ന സമയത്ത് ഇവർ ലാസ്റ്റ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ സമ്മതിക്കുന്നു ഇത് കേരളത്തിലെ സ്റ്റോറിയല്ല ഞങ്ങൾ പറയുന്നത്, ഉത്തരേന്ത്യയിലെ സ്റ്റോറിയാണെന്ന്. അപ്പോൾ പിന്നെ ചോദിക്കുകയാണ്, പിന്നെ എന്തിനാണോ കേരള സ്റ്റോറി ഇത് പേരിട്ടോ പറയുക? ഈ ലവ് ജിഹാദിന് തുടക്കം കേരളത്തിലല്ലേ, അതുകൊണ്ടാണെന്ന്. ഇവൻ്റെയൊക്കെ വീട്ടിലുള്ളവരാണോ ഈ പണി ചെയ്യുന്നത്? ഇവിടെ ഒരു സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും അന്വേഷണ ഏജൻസികളോ ലവ് ജിഹാദ് എന്നൊന്നും ഉണ്ട് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, കേരളമാണതിൻ്റെ ഉറവിടമെന്നും എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. ഇവന്മാർ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുകയാണ്. എന്ത് ഇവൻ്റെ വീട്ടിലൊക്കെ ഇത് നടന്നിട്ടാണോ, അല്ലെങ്കിൽ ഇമാതിരി പരിപാടികളിലൊക്കെ ഇവർ ഉൾപ്പെട്ടിട്ടുണ്ടോ? അത്ര ഉറപ്പിച്ച് പറയാൻ കേരളത്തിലാണ് അത്ര തുടങ്ങിയത്. കേരളത്തിൽ നിന്ന് രാജ്യം മുഴുവൻ വ്യാപിച്ചത്രേ. എന്തുതരം നുണകളാണ് ഇവർ അടിച്ചുവിടുന്നത്. ഇതിന് 37 പേരെ കൊണ്ടുവന്നിരുത്താൻ ലവ് ജിഹാദിൻ്റെ ഇരകൾ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ പറയുന്ന ആരും മലയാളികളല്ല. എന്നിട്ട് സിനിമയ്ക്ക് ഇട്ടിരിക്കുന്ന പേര് കേരള സ്റ്റോറി. എന്നിട്ട് അതിൽ പറയുകയാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ മുഴുവൻ ഹിന്ദു പെൺകുട്ടികളെ ഇങ്ങനെ മതം മാറ്റാൻ നടക്കുകയാണ്. മുസ്ലിം പെൺകുട്ടികൾ കൂട്ടുകാരായിട്ടുള്ള ഹിന്ദു പെൺകുട്ടികൾ ശ്രദ്ധിക്കണം, കരുതിയിരിക്കണം എന്നൊക്കെ. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് വൃത്തികെട്ട രീതിയിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. എന്ത് മോശമായ രീതിയിലാണ് ഇവിടെ പ്രചാരണങ്ങൾ, നുണയും വിദ്വേഷവും അടിച്ചു വിടുന്നത്. എന്തായാലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇത് ഗംഭീരമായി തകർത്ത് കയ്യിൽ കൊടുത്ത ഹൈക്കോടതിക്ക് അഭിനന്ദനങ്ങൾ നേരുകയാണ്. എന്ന് മാത്രമല്ല, ഈ ഫ്രെഡി ഫ്രാൻസിസ് എന്ന് പറയുന്ന പരാതി കൊടുത്ത ആള് ഇപ്പോൾ ഫേസ്ബുക്കിലൊരു ലൈവ് പോയിട്ടുണ്ട്. പൊറോട്ടയും ബീഫും അവരുടെ അഭിഭാഷകയായ അഡ്വക്കേറ്റ് മനീഷ രാധാകൃഷ്ണൻ്റെ കൂടെ ഇരുന്നിട്ട് പൊറോട്ടയും ബീഫും കഴിക്കുന്ന റീലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഹായ് ഗൈസ്, ഹായ്. അപ്പോൾ കോടതി വിധി വന്നു. അപ്പോൾ എല്ലാവരോടും പറഞ്ഞ പോലെ ഞങ്ങൾ കുറച്ച് പൊറോട്ടയും ബീഫും പോർക്കും മേടിച്ചുകൊണ്ട് കലാപരിപാടി നമ്മൾ തുടങ്ങുകയാണ്. ഇന്നത്തെ ആഘോഷം പൊറോട്ട പ്ലസ് ബീഫ് പ്ലസ് അല്പം പോർക്ക്. നിങ്ങൾക്ക് പോർക്കാണ് ഇഷ്ടം, ബീഫാണ് ഇഷ്ടം? കേരളത്തിൽ ഇതെല്ലാം കഴിക്കാൻ പറ്റുമേ? ഇങ്ങനെ നല്ല നല്ല മുരിഞ്ഞ പൊറോട്ട ഇങ്ങനെ മുക്കിയെടുത്തിട്ട് ഇങ്ങനെ കഴിക്കും. അവന്മാരുടെ അവസ്ഥ ഒന്ന് ആലോചിക്കേ. സത്യം. മറ്റേ വക്കീലില്ലേ, സംഘി വക്കീൽ, എന്താ ഉള്ള പേര്? കൃഷ്ണരാജ്, അഡ്വക്കേറ്റ് കൃഷ്ണരാജ്. അയാളെന്താ പറഞ്ഞ, ഇന്നത്തെ വിധി വരുമ്പോ നമ്മളൊക്കെ ആകാശത്തോട്ട് പോകുന്നു. അവരുടെ അവസ്ഥ ഒന്ന് ആലോചിക്കേ. നാളെ റിലീസ് ചെയ്യാനിരുന്ന പടം മോശമായി പോട്ടോ, എന്നാലും വളരെ മോശമായി പോയി. അപ്പൊ കേരളത്തില് ബീഫ് വായിലോട്ട് കുത്തിക്കേറ്റേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കാം. അതന്നെ ഇവിടുത്തെ അവസ്ഥ. ബീഫ് തന്നില്ലെങ്കിൽ പക്ഷെ നമ്മള് പ്രശ്നം ഉണ്ടാക്കും. ഇവന്മാരെല്ലാം കൂടി ബീഫിന്റെ വില കൂട്ടും. അല്ല, ശരിക്കും ഇവന്മാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നാളെ റിലീസ് ചെയ്യാൻ വെച്ച പടവാ. അപ്പോഴേ പറഞ്ഞതാ, വെറുതെ കേരളത്തിന്റെ പേരൊക്കെ ഇതിലേക്ക് വലിച്ചിരണ്ടാവും. ഇപ്പം മലയാളികൾ
ഈ പൊറോട്ടയും ബീഫും കഴിച്ച് തന്നെയാണ് കേരള സ്റ്റോറി 2 ഇവരെ പ്രതിരോധിക്കുന്നത്. ബീഫ് ഫെസ്റ്റ് നടത്തി തന്നെയാണ് പ്രതിരോധിക്കുന്നത്. ഇതൊക്കെ കൊള്ളേണ്ട അടുത്ത് കൊണ്ടിട്ടുണ്ട്. ഭയചകിതരായിട്ടുണ്ട് സംഘപരിവാർ. വേണ്ട രീതിയിൽ കേരള സ്റ്റോറി 2 സത്യമാണ് എന്ന് പറയാനുള്ള, അവരാണല്ലോ ഉണ്ടാക്കിയത്, എന്നിട്ട് അത് സത്യമാണ് ആ സിനിമയിൽ പറയുന്നത് എന്ന് പറയാനുള്ള നട്ടല് പോലും ചങ്കൂറ്റം പോലും ഇല്ലാത്തവന്മാരാണ് എന്നിട്ട് ഇവിടെ കിടന്ന് കരയുന്നത്. ഇപ്പോൾ BJPയുടെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ IT സെല്ലിലുള്ളവരെന്ന് തോന്നിപ്പിക്കുന്ന കുറച്ച് ആളുകൾ സോഷ്യൽ മീഡിയയിൽ കരച്ചിലുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ വിഡ്ഢി കൂശ്മാണ്ഡങ്ങളുടെ കരച്ചിൽ നോക്കുക. എമ്പുരാൻ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെങ്കിൽ കേരള സ്റ്റോറിയും അതേ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ വരും. ഡോക്ടർ അഖില എന്ന ഹാദിയും നിമിഷ ഫാത്തിമയും അവരെപ്പോലെ ഇനിയും ആളുകൾ ഉണ്ടായിട്ടില്ലേ? അവരുടെ അമ്മമാരുടെ കണ്ണുനീർ കള്ളമായിരുന്നു. സിനിമ കാണരുത്, ബഹിഷ്കരിക്കുക എന്നൊക്കെ ഞങ്ങളോട് ആഹ്വാനം ചെയ്യാൻ താങ്കൾ ആരാണ്? ഇതൊക്കെ പേഴ്സണലായി സ്വന്തം കോടതിയോട് പറയാണ്. ഇതൊക്കെ പേഴ്സണലായി സ്വന്തം വീട്ടുകാരോട് പോയി പറ. ഇഷ്ടമുള്ളവർ പോയി കാണുക തന്നെ ചെയ്യും. ഒരാളുടെ സർട്ടിഫിക്കറ്റ് അതിന് ആവശ്യമില്ല. ഒരു സംഖ്യ വാണം കിടന്ന് ഒച്ചയെടുക്കുകയാണ്. ഇവര് സ്വന്തം ഐഡന്റിറ്റി. അങ്ങനെയാണെങ്കിൽ എല്ലാ മൂവികൾക്കും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ലല്ലോ, സെൻസർ ചെയ്യേണ്ട എന്ന് ആവശ്യമില്ലല്ലോ. മാത്രമല്ല ഇവന്റെ ഐഡന്റിറ്റി എന്താണ് എന്ന് വെളിപ്പെടുത്താനുള്ള ധൈര്യം പോലും ഇല്ലാത്ത സംഘപരിവാറിന്റെ IT സെല്ലുമായി ബന്ധപ്പെട്ട, IT സെൽ എന്ന് പറഞ്ഞാൽ സംസ്ഥാന നേതൃത്വവുമായി ബന്ധമൊന്നുമല്ല ഞാൻ പറയുന്നത്, അവരുടെ ഈ സൈബർ ഇടങ്ങളിൽ കിടന്ന് പൊളയ്ക്കുന്ന കുറേ വിഡ്ഢികളുണ്ട്, കുറേ മണ്ടന്മാരും പേടിത്തൊണ്ടന്മാരും ഉണ്ട്. നല്ല വിഷമമുള്ള കുറേ പൊട്ടന്മാർ, അത് സ്വന്തം ഐഡന്റിറ്റി കാണിക്കാനുള്ള ചങ്കൂറ്റം പോലും ഇല്ലാത്ത പേടിത്തൊണ്ടന്മാരാണ് ഈ ഇരുന്നിട്ട് ഫേക്ക് IDയിൽ നിന്ന് വന്നിട്ട് ഇമാതിരി വിഡ്ഢിത്തരങ്ങൾ പറയുന്നത്. എമ്പുരാൻ ആവിഷ്കാര സ്വാതന്ത്ര്യം ആണെന്നൊക്കെ. എന്ത് എമ്പുരാനൊക്കെ വെട്ടിക്കൂട്ടി നിങ്ങൾ എത്ര സീനുകൾ കട്ട് ചെയ്യിച്ചു? അതിലേതെങ്കിലും ഒരു കലാപത്തിൻ്റെയോ ഒരു സംഭവത്തിൻ്റെയോ പേര് പറയുന്നില്ല. ഒരു റിസംബ്ലൻസ് ഉണ്ട് എന്നതിൻ്റെ പേരിലാണ് അത് കട്ട് ചെയ്തത്. ഹാൽ എന്ന സിനിമയിൽ ആരോ ബീഫ് കഴിക്കുന്നൊരു വിഷ്വൽ ഉണ്ടെന്ന് പറഞ്ഞ് പേടിച്ച് അതിൻ്റെ ഓരോ ഭാഗങ്ങൾ കട്ട് ചെയ്യിപ്പിച്ചവരാണ് ഇവർ. എത്ര സിനിമകളിൽ അങ്ങനെ കട്ടിങ് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇരുന്ന് ധൈര്യം പറയാം. എന്നിട്ട് പറയുന്നത് ഏതോ അഖില എന്ന ഹാദിയ, നിമിഷ ഫാത്തിമ, ഇതൊക്കെ ആരോടെ പറയുന്നത്? 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ 1-2 പേര് എന്തൊക്കെയോ ചെയ്തു എന്നും പറഞ്ഞിട്ട് മുഴുവൻ മുസ്ലിങ്ങളും ഇങ്ങനെയാണ്, മുഴുവൻ പ്രശ്നങ്ങളും ഇങ്ങനെ, എന്തൊക്കെയാണെന്ന് നോക്കുക. ഇതിലിപ്പോൾ തന്നെ നോക്ക്. ഈ അഖില, ഹാദി, ആകെ 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ ഇവന്മാർ ഈ പറയുന്ന ഈ 2 പേര് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും അന്വേഷണ റിപ്പോർട്ട് ഈ കേസിൽ ഏതെങ്കിലും സമുദായത്തിനെതിരെ വന്നിട്ടുണ്ടോ? ഏതെങ്കിലും കോടതിയിൽ ലവ് ജിഹാദ് എന്നൊരു വേർഡ് ആധികാരികമായി കേന്ദ്ര ഏജൻസികൾ പറഞ്ഞിട്ടുണ്ടോ? ഒന്നുമില്ല. ഇവന്മാരുണ്ടാക്കുന്ന കുഴപ്പങ്ങളാണിതെല്ലാം. ഇപ്പോൾ ഏതൊരു മുസ്ലിം പെൺകുട്ടിയും അല്ലെങ്കിൽ ഏതൊരു ഹിന്ദു പെൺകുട്ടി ഏതെങ്കിലും കാലത്തൊരു മുസ്ലിം യുവാവിനെ പ്രേമിച്ചാൽ ഉടനെ അത് ആസൂത്രിതമായ മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറയുകയാണ്. ഹിന്ദു സമുദായത്തെ അവഹേളിക്കുകയാണ് ഇവരൊക്കെ കൂടി ചെയ്യുന്നത്. ഹിന്ദു പെൺകുട്ടികൾക്ക് നല്ല പുരുഷന്മാരെ ഹിന്ദു സമുദായത്തിൽ കിട്ടാനില്ല, അതുകൊണ്ട് അവർ മുസ്ലിങ്ങൾ കൈയും കാണിക്കുമ്പോൾ പോകുന്നു എന്ന രീതിയിലാണ് ഇവന്മാർ പറയുന്നതിൻ്റെ ആന്തരികാർത്ഥം. ഹൈന്ദവരായിട്ടുള്ള യുവാക്കളെ അവഹേളിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇമാതിരി തോന്നിവാസവും ഇമാതിരി വൃത്തികേടും ഇമാതിരി നുണകളും ഇമാതിരി ഭയം കൊണ്ടുള്ള മതനിരപേക്ഷതയും മതസൗഹാർദ്ദത്തെയും ഒക്കെ ഭയന്നുകൊണ്ടുള്ള ഇമാതിരി കാട്ടിക്കൂട്ടലുകൾക്കുമൊക്കെ മുഖമടച്ചുള്ള മറുപടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. വലിയൊരു പ്ലാനിങ്ങോട് കൂടിയാണ് ഈ ഒരു സിനിമ. തീർച്ചയായിട്ടും ഇവരുടെ ടാർഗറ്റ് ഇതാണ്. ഫസ്റ്റ് ആദ്യത്തെ മൂവി ഇട്ടപ്പോൾ തന്നെ അവർക്ക് കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടത്താം എന്നുള്ള ഒരു പ്ലാനിങ് ആണ് ഇപ്പോൾ അവരുടെ അടപടലം. അല്ല, തീർച്ചയായിട്ടും ഇത് കേരളത്തിൽ നടക്കൂലെന്നേ. ഈ കേരളം ഒരു ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനമാണ്. ഏറ്റവും ആദ്യം LDF ഭരിക്കുന്ന സംസ്ഥാനമാണ്. എന്ന് മാത്രമല്ല, കേരളത്തിൽ മതനിരപേക്ഷതയും ജനാധിപത്യവും മതസൗഹാർദ്ദവും ഒക്കെ ആവോളമുണ്ട്. ഇതൊക്കെ അനുഭവിച്ചു തന്നെയാണ് മലയാളികൾ വളരുന്നത്. ഇവിടെ ആർക്കും ഇഷ്ടമുള്ള എന്ത് ഭക്ഷണവും കഴിക്കാം. അത് നിയമപരമായി ഇവിടെ ലഭ്യമാകുന്ന എന്ത് ഭക്ഷണവും നമുക്ക് കഴിക്കാൻ സാധിക്കും. അല്ലാതെ മറ്റിടങ്ങളിലെ പോലെ അടുക്കളയിൽ വന്ന് കയറിയിട്ട് ബീഫാണോ അല്ലെങ്കിൽ ആമയാണോ മുയലാണോ ആടാണോ ഒന്നും ആരും ചോദിക്കില്ല. നമ്മുടെ അടുക്കളയിൽ മറ്റൊരുത്തരെയും കയറ്റവും ഇല്ല ഇവിടെ. അവിടുത്തെ പോലെ ഇവിടെ വന്നിട്ട് ബീഫാണോ ആടാണെന്ന് ചോദിച്ചാൽ വരുന്നവൻ്റെ മുട്ടുകാല് തല്ലി ഓടിക്കും വീട്ടുകാർ അല്ലെങ്കിൽ നാട്ടുകാർ. അത്രയ്ക്കുള്ള ഫാസിസം ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ അത് നമ്മൾ ആസ്വദിക്കുന്നതുകൊണ്ട് നമ്മളോട് അവർക്ക് വലിയ ഒരു അസൂയ അല്ലെങ്കിൽ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ് ഇവിടെ. ഒരു കള്ളക്കഥ മെനഞ്ഞ ഒരു സ്റ്റോറി ഉണ്ടാക്കിയതല്ലാതെ കേരളത്തിലെ പറ്റിയോ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ ചിന്താഗതിയെ പറ്റിയോ ഒരു ഐഡിയ ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല രേഷ്മ. ഇത് കേരളം എന്താണെന്ന് കൃത്യമായി അറിഞ്ഞിട്ട് തന്നെയാണ്. ഇവിടെ മതനിരപേക്ഷ കേരളത്തിൽ എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ഗൂഢമായ ശ്രമമാണ് ഈ നടക്കുന്നത്. പുതുതലമുറയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ്. തട്ടമിട്ടൊരു പെൺകുട്ടിയെ കണ്ടാൽ അവൾ മറ്റുള്ള കൂട്ടുകാരികളെ മതം മാറ്റാൻ വരുന്നവളാണ് എന്ന ധ്വനി ഉണ്ടാക്കുന്ന വിധത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് ഭയവും വിദ്വേഷവും ഹെയ്റ്റും ജനിപ്പിക്കലാണ് നടക്കുന്നത്. അവരതിനുള്ള ശ്രമിക്കുകയാണ്.
അപ്പോൾ അതൊക്കെ മുളയിലേ നുള്ളണം. അതിനുള്ള കിട്ടേണ്ടത് കിട്ടി, നല്ല അടിയാണ് കിട്ടിയിരിക്കുന്നത്. കേരളത്തിൻ്റെ പേരും പറഞ്ഞ് എന്ത് തോന്നിയവാസവും കാണിക്കാമെന്നുള്ള കുറച്ച് ആളുകളുടെ ധിക്കാരത്തിന് കിട്ടിയ അടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി അല്ല, ഇവന്മാർ ഈ സാധനമായിട്ട് ഇങ്ങോട്ട് വരട്ടെ, അവൻ്റെ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് റിലീസ് ചെയ്യട്ടെ. ഇത് ആഘോഷമായി റിലീസ് ചെയ്യുന്ന തിയേറ്ററുകളുടെ ലിസ്റ്റ് എടുത്തിട്ട് ഈ തിയേറ്ററുകൾ ബഹിഷ്കരിക്കുന്നത് എങ്ങനെയാണെന്ന് മലയാളികൾ കാണിച്ചു കൊടുക്കും. അത് കണ്ടോ, അത് തന്നെ പറയാൻ പോകുന്നത്. അതിനുള്ള എല്ലാ കഴിവുകളും ഇവിടെ ഉള്ളവർക്കുണ്ട്. ഈ സിനിമ ആഘോഷിക്കുന്ന ഈ സിനിമ ആരുടെ ബാനറിലാണ് വരുന്നത്? ഇത് മലയാളത്തിൽ മൊഴി മാറ്റിയിട്ട് ഏത് പ്രൊഡക്ഷൻ ഹൗസാണ് പുറത്തുവിടുന്നത്? ഏത് തിയേറ്ററുകാരാണ് ഇതിന് പ്രൊമോഷൻ കൊടുക്കുന്നത്? സകല തിയേറ്ററുകളും ബഹിഷ്കരിക്കും. കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളും സംഖ്യകളൊന്നുമല്ലല്ലോ, അതിനേക്കാൾ കൂടുതൽ, അതിൻ്റെ 3-4 ഇരട്ടി അല്ലെങ്കിൽ 10 ഇരട്ടിയോളം ഇവിടെ സാധാരണക്കാരായ മനുഷ്യരുണ്ട്, മതനിരപേക്ഷരായിട്ടുള്ള മനുഷ്യരുണ്ട്. അവർ കൊടുത്തോളും ബാക്കിയുള്ള പണി. എന്തായാലും കേരള സ്റ്റോറി 2 കൊണ്ടുവന്ന് കേരളം കത്തിക്കാൻ നോക്കിയവർക്ക് 8ന്റെ പണി കിട്ടിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഒരു ബിഗ് സല്യൂട്ട് നേരുന്നു.